ഓരോ ജനതയ്ക്കും രാജ്യത്തിനും അതിൻ്റെ പൈതൃകവും ഈടുവെപ്പുകളും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ മ്യൂസിയങ്ങൾക്ക് വലിയ പ്രാധാന്യം കൈവരുന്നതും. അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് ഖത്തർ അതിൻ്റെ ദേശീയ മ്യൂസിയത്തെ പുതുക്കിപ്പണിതിരിക്കുന്നത്. പലതുകൊണ്ടും വ്യത്യസ്തമാണ് ഈ മ്യൂസിയം. നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ മരുഭൂവിലെ റോസാപ്പൂ ദോഹ കോർണിഷിന്റെ തീരത്ത് വിരിഞ്ഞു നിന്നു. വിസ്മയ കാഴ്ചകളാൽ സമ്പന്നമാണ് പുതിയ ഖത്തർ ദേശീയ മ്യൂസിയത്തിന്റെ അകവും പുറവും. ഡെസേർട്ട് റോസ് എന്ന് വിളിക്കുന്ന മരുഭൂവിലെ മണൽപുറ്റിന്റെ ആകൃതിയിലാണ് പുതിയ ദേശീയ മ്യൂസിയം പണി കഴിപ്പിച്ചിരിക്കുന്നത്. മുൻ ഭരണാധികാരി ഷെയ്ഖ് അബ്ദുള്ള ബിൻ ജാസിം അൽത്താനിയുടെ കൊട്ടാരമാണ് മനോഹരമായ രീതിയിൽ നവീകരിച്ച് മ്യൂസിയമാക്കിയത്. 4 നൂറ്റാണ്ടുകാലം രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രമായിരുന്നു ഈ കൊട്ടാരം. പുറം കാഴ്ചകൾ കണ്ട് അത്ഭുതം കൂറിക്കഴിഞ്ഞെങ്കിൽ ഉള്ളിലേക്ക് കടക്കാം. മൂന്ന് നിലകളിലായാണ് കാഴ്ചകളുടെ വിസ്മയച്ചെപ്പ് തുറന്നു വച്ചിരിക്കുന്നത്. നേരെ കടന്നു ചൊല്ലുന്നത് ഖത്തറിന്റെ പരിസ്ഥിതി വൈവിധ്യങ്ങളിലേക്കാണ്. രാജ്യത്തിന്റെ കരയും കടലും അതിലെ ജന്തുജാലങ്ങളും മനോഹരമായ സംഗീതത്തിന്റെ അകമ്പടിയോടെ നിങ്ങൾക്ക് മുന്നിലെത്തും. ചുവരുകളിലെ വലിയ വീഡിയോ സ്ക്രീനുകൾ തെളിയുമ്പോൾ ഒരു നിമിഷം കടലിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയതുപോലെ കാഴ്ചക്കാരന് അനുഭവപ്പെടും. The level of resolution here is unique. Nobody has done this before. So we had to build up some softwares. We had to build up some systems. We had to find new ways of cutting a film. മ്യൂസിയത്തിന്റെ യഥാർത്ഥ കാഴ്ചകളിലേക്ക് ഇറങ്ങുന്നത് ഇനിയാണ്. 3 വ്യത്യസ്ത അധ്യായങ്ങളിലായാണ് ഖത്തറിന്റെ ചരിത്രം കാഴ്ചക്കാരന് മുന്നിൽ അനാവരണം ചെയ്തിരിക്കുന്നത്. ആവിർഭാവം, ജീവിത വഴികൾ, രാഷ്ട്രനിർമ്മിതി എന്നീ വിഭാഗങ്ങളിലായി 12 സ്ഥിരം ഗാലറികൾ. ആവിർഭാവം വിവരിക്കുന്ന ഗാലറികളിൽ ആദിമ ഖത്തരികൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും ആയുധങ്ങളും നാണയങ്ങളും ഒക്കെ തന്നെയാണുള്ളത്. പക്ഷേ ചില്ലുകൾ കൊണ്ടുള്ള അറകളിലായി അതിനെ സംവിധാനിച്ചിരിക്കുന്നതിലാണ് വ്യത്യസ്തത. പിന്നീട് ജീവിത വഴികളിലേക്കാണ്. മരുഭൂമികളിൽ തമ്പുകൾ കെട്ടി ജീവിച്ചിരുന്ന പൂർവ്വപിതാക്കന്മാരുടെ നിത്യജീവിതം അതേപടി പകർത്തി വച്ചിരിക്കുന്നു. ചുവരുകളിലെ വലിയ വീഡിയോ വാളുകൾ നമ്മെ ആ മരുഭൂമിയിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോകും. ചുവരുകൾക്ക് താഴെ എല്ലാറ്റിൻ്റെയും ചരിത്രശേഷിപ്പുകളുടെ നേരടയാളങ്ങളും അകമ്പടിയായി മനോഹരമായ സംഗീതവും. There is one movie per gallery almost, and the museum is a flow. It's like a river flow. It starts from the origins of times and goes to present day, and it goes across the country prehistoric and the formation of Qatar, which is Gallery 1, which I shot also. മുത്തുകൾ വാരി ഉപജീവനം നടത്താൻ തുടങ്ങിയത് മുതൽ ഖത്തറിന് പുതിയ ചരിത്രമാണ്. ആ ചരിത്രവും മനോഹരമായ രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. പായക്കപ്പലുകൾ ഉൾപ്പെടെ മുത്തുവാരലിന് ഉപയോഗിച്ചിരുന്ന സങ്കേതങ്ങളെല്ലാം നൂതന സാങ്കേതിക വിദ്യയിൽ സംവിധാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ബറോഡയിൽ നിന്നുള്ള വലിയ കമ്പളവും മ്യൂസിയത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കടൽ വ്യാപാര രംഗത്ത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന ഊഷ്മള സൗഹൃദത്തിന്റെ തെളിവാണ് ഈ ബറോഡ വിരിപ്പ്. മുത്തുവ്യാപാരത്തിൽ നിന്നും എണ്ണ ഖനനത്തിലേക്കും പ്രകൃതിവാതക ഉൽപാദനത്തിലേക്കും ചുവടുമാറുന്നതോടെ പുതിയ ഖത്തറിന്റെ തുടക്കമാണ്. അതിനാൽ തന്നെ മ്യൂസിയത്തിനകത്തും കാഴ്ചകളിലെ ആ മാറ്റം കൃത്യമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. A lot of people from Qatar, some French, and people from all the friendly countries that collaborate with Qatar. 40,000 ചതുരശ്ര മീറ്ററാണ് മ്യൂസിയത്തിന്റെ വിസ്തീർണം. വിഖ്യാത ഫ്രഞ്ച് വാസ്തുശില്പി ജീൻ നൗവലാണ് മ്യൂസിയം രൂപകൽപ്പന ചെയ്തത്. കാഴ്ചകൾക്കപ്പുറത്തുള്ള സൗകര്യങ്ങൾ വേറെയുമുണ്ട്. ചരിത്രവും വർത്തമാനവും പകർന്നു നൽകാൻ ഉതകുന്ന ലൈബ്രറി, വലിയ ഓഡിറ്റോറിയം, ഗിഫ്റ്റ് ഷോപ്പുകൾ, പാർക്ക്, കളിസ്ഥലം, കോഫി ഷോപ്പുകൾ, ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങിയവയെല്ലാം മ്യൂസിയത്തിനകത്തും പുറത്തുമായി സംവിധാനിച്ചിരിക്കുന്നു. ഇന്ത്യ ഖത്തർ സാംസ്കാരിക സൗഹൃദ വർഷാചരണത്തിന്റെ വേളയിൽ തന്നെ മ്യൂസിയം തുറക്കാനായതിലുള്ള സന്തോഷമാണ് ഇന്ത്യൻ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഖത്തർ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഷെയ്ഖ മയാസ ബിൻ ഹമദ് അൽത്താനി പങ്കുവച്ചത്. We're very proud of our Indian community. As you know, we celebrate cultural years, and this is the year of India, and we've had a very extensive program.
രാവിലെ 9 മുതലാണ് മ്യൂസിയം പ്രവർത്തനം തുടങ്ങുക. എല്ലാത്തരം ജനങ്ങൾക്കും മ്യൂസിയത്തിലെത്തി കാഴ്ചകൾ ആസ്വദിക്കാം. ഖത്തരി ഐ ഡി ഉള്ളവർക്ക് സൗജന്യമായും ഇല്ലാത്തവർക്ക് ടിക്കറ്റ് മൂലവുമാണ് പ്രവേശനം. മുതിർന്നവർക്ക് 50 റിയാലും കുട്ടികൾക്ക് 25 റിയാലുമാണ് ടിക്കറ്റ് നിരക്ക്. പല സമയങ്ങളിലായി നടക്കുന്ന എക്സിബിഷനുകളിലും ഈ ടിക്കറ്റ് മുഖേന തന്നെ പ്രവേശിക്കാനാകും.